തിരുവനന്തപുരത്ത് 2 പേർക്ക് കൂടി കോളറ സ്ഥിരീകരിച്ചു. രോഗം സ്ഥിരീകരിച്ചത് നെയ്യാറ്റിൻകരയിലെ കെയർ ഹോമിൽ. സംസ്ഥാനത്ത് പനി പടരുന്നു. കോഴിക്കോടിന് പിന്നാലെ തൃശൂരിലും അമീബിക് മസ്തിഷ്കജ്വരം. സംസ്ഥാനത്ത് സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരായ അതിക്രമങ്ങൾ വർദ്ധിച്ചെന്ന് പ്രതിപക്ഷം നിയമസഭയിൽ. അതിക്രമങ്ങൾ എണ്ണിപ്പറഞ്ഞ് കെ രമ. ാകെ അപമാനമായ മറ്റൊരു കേസുണ്ടായിരിക്കുന്നു. ക്രിക്കറ്റ് അസോസിയേഷൻ നേതാവ് ഈ നമ്മുടെ ക്രിക്കറ്റ് പഠിക്കാൻ വേണ്ടി പോകുന്ന കൊച്ചു മക്കളെ, പെൺകുട്ടികളെ അതിന്റെ ഭാഗമായി ലൈംഗികമായി പീഡിപ്പിക്കുകയും ആ കുട്ടികളുടെ അശ്ലീല വീഡിയോ ഫോട്ടോ ആവശ്യപ്പെട്ടുകൊണ്ട് ഈ കുട്ടികൾക്ക് നേരെ നടത്തുന്ന പ്രവർത്തനങ്ങൾ ആരാണ്? മുഖം നോക്കാതെ നടപടിയെടുത്തെന്ന് മന്ത്രി വീണ ജോർജ്. ഭൂഷന്റെ കേസിൽ സ്വീകരിച്ച നിലപാടല്ല കേരളം ഭരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ സ്വീകരിച്ചത്. സർ, അയാളെ അറസ്റ്റ് ചെയ്ത് അയാൾ റിമാൻഡിലാണ്. അയാൾക്കെതിരെ 6 കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. മതേതരത്വം ഭരണഘടനയുടെ അടിസ്ഥാന തത്വമെന്ന് സുപ്രീം കോടതി പരാമർശം. ഭരണഘടനയുടെ ആമുഖം ഭേദഗതി ചെയ്യണമെന്ന ഹർജിയിൽ. സോഷ്യലിസവും മതേതരത്വവും നീക്കണമെന്ന ഹർജിയിൽ ആവശ്യം. ഹർജി പരിഗണിക്കുന്നത് ഓഗസ്റ്റിലേക്ക് മാറ്റി. ISRO ചാരക്കേസിൽ നമ്പി നാരായണനെ CP മാത്യൂസ് അറസ്റ്റ് ചെയ്തത് തെളിവില്ലാതെ. മറിയം റഷീദയ്ക്കെതിരെ വഞ്ചിയൂർ സ്റ്റേഷനിൽ തെളിവുകളില്ലാതെ കേസെടുപ്പിച്ചു. കസ്റ്റഡിയിൽ വെച്ച് പീഡിപ്പിച്ചുവെന്നും CBI കുറ്റപത്രത്തിൽ. ട്രയൽ റണ്ണിനൊരുങ്ങി വിഴിഞ്ഞം തുറമുഖം. ആദ്യ മദർഷിപ്പ് സാൻ ഫെർണാണ്ടോ രാത്രിയോടെ തീരത്തെത്തും. ഔദ്യോഗിക സ്വീകരണം വെള്ളിയാഴ്ച. ചടങ്ങിൽ പങ്കെടുക്കില്ലെന്ന തിരുവനന്തപുരം ലത്തീൻ അതിരൂപത. സർവകലാശാല വൈസ് ചാൻസലർമാർ സ്വന്തം ചെലവിൽ കേസ് നടത്തണമെന്ന് ഗവർണർ. ചാൻസലർക്കെതിരെ കേസ് നടത്താൻ ചെലവഴിച്ച സർവകലാശാല ഫണ്ട് തിരിച്ചടക്കാൻ നിർദ്ദേശം. കേസ് നടത്താൻ VC മാർ ചെലവഴിച്ചത് 1.13 കോടി.